ഒന്ന് ചോദിച്ചോട്ടെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹ് പറയാണ് ഖുർആനിൽ 10-ാം അധ്യായം സൂറത്ത് യൂനുസ് 31-ാമത്തെ വചനാട്ടോ. മാർക്കിട്ടോളി, നോട്ട് ചെയ്തോളി, പഠിച്ചോളി. കുൽ മൻ യർസുഖുകും മിനസ് സമാഇ വൽ അർദ് അമ്മൻ യംലികു സമഅ വൽ അബ്സാർ വമൻ യുഖ്രിജുൽ ഹയ്യ മിനൽ മയ്യിതി വയുഖ്രിജുൽ മയ്യിത മിനൽ ഹയ്യ് വമൻ യുദബ്ബിറുൽ അംറ ഫസയഖൂലുന അല്ലാഹ് ഫഖുൽ അഫലാ തത്തഖൂൻ. ഖുർആനിലെ ആയത്താ. അർത്ഥം അബൂജഹലിനെ വിളിച്ച്, അബൂജഹൽ ഇങ്ങോട്ട് വാ, അബൂലഹബ് ഇങ്ങോട്ട് വരികയാണ്. നബി ചോദിക്കണം, അല്ല ആകാശത്തുനിന്നും ഭൂമിയിൽ നിന്നും നിങ്ങൾക്ക് ഉപജീവനം തരുന്നത്, അന്നം തരുന്നത് ആരാ? അബൂജഹൽ പറയാണ്, വെറുതെ സമയം മെനക്കെടല്ലേ മുഹമ്മദേ, അത് അള്ളയാന്ന് നിനക്കും അറിയാം ഞങ്ങൾക്കും അറിയാം, നിങ്ങൾ ശരിക്കും ചിന്തിച്ചോളണം. അബൂജഹൽ ഇത് പറയുമ്പോൾ അള്ള എന്ത് പറയണം? നൊണയ നബിയെ പറയണേന്ന് പറയണ്ടേ? അള്ള പറയണം, അവർ പറയുന്നത് സത്യനബിയെ. പക്ഷെ അവർ എങ്ങനായിപ്പോയി കേട്ടോളി. ഖുർആനാ പറയുന്നത്, നബിയെ ആകാശത്തുനിന്നും ഭൂമിയിൽ നിന്നും ഉപജീവനം നൽകുന്നതാരാണ്? അപ്പൊ പറയണത് അള്ളയാണ്. അടുത്ത ചോദ്യം എന്താണ്? കേൾവിയും കാഴ്ചയും അധീനപ്പെടുത്തി തന്ന അതിനുള്ള അധികാരം ആർക്കാണ്? അബൂജഹൽ പറയണ. പിന്നെയും കിന്നാരം പറയേ അള്ളയാണ്, ഞങ്ങൾക്ക് എതിരഭിപ്രായമില്ല. അബൂജഹലാ പറയുന്നത്, എതിരഭിപ്രായമില്ല. അടുത്ത ചോദ്യം, ജീവാവസ്ഥയിൽ നിന്ന് നിർജീവാവസ്ഥയിലേക്കും നിർജീവാവസ്ഥയിൽ നിന്ന് നിജീവാവസ്ഥയിലേക്കും, കോഴിമുട്ടയിൽ നിന്ന് കോഴിയെയും കോഴിയിൽ നിന്ന് കോഴിമുട്ടയെയും സൃഷ്ടിക്കുന്നത് ആരാണ്? അബൂജഹലെ. അബൂജഹൽ പറയാണ്, ഏതൊരു അല്ലാഹനെയാണോ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പരിചയപ്പെടുത്തിയത്, ആ അള്ളയാണ്. ഇനി ഞാൻ പറയുന്നത് പ്രത്യേകം ശ്രദ്ധിക്കണം, ആനുകാലിക പ്രസക്തിയുള്ളതാണ്, ഗംഭീരമായ ചിന്തയാണ്. എന്താ അടുത്ത ചോദ്യം എന്നറിയോ? കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത് ആരാണ്? ലോകത്തിന്റെ നിയന്ത്രണം ആരാണ്? മാലിക്കുൽ മുലൂക്കാരാണ്, രാജാതിരാജനാരാണ്? ആരോടാ ചോദിക്കുന്നത്? അബൂജഹലിനോടാണ്. കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത് ആരാണ്? അന്ന് അബൂജഹൽ നബിയോട് പറയുന്നത്, അല്ലയാ മുഹമ്മദേ, എതിരഭിപ്രായമില്ല. ഇതേ ചോദ്യം നമ്മുടെ തൊട്ടടുത്ത് നിൽക്കുന്ന കാന്തപുരത്തെ ഉസ്താദിനോട് ചോദിച്ചപ്പോ അദ്ദേഹം പറയുന്നത് CM മടവൂരാണ്, മാലിക്കുൽ മുലൂക്കാരാണ്, അർശിന്റെ നാഥനാരാണ്. മണ്ണാർക്കാട്ടുകാരൻ മൊയ്ലിയാരുട്ടി പറയുന്നത് CM മടവൂരാണ് എന്നാണ്. തന്റെ കൈപ്പിടിയുടെ വലുപ്പമുള്ള ഹൃദയമുണ്ടല്ലോ, ആ ഹൃദയം നിയന്ത്രിക്കാനാകാതെ, പൾസ് നിയന്ത്രിക്കാനാകാതെ, മരണത്തിന് കീഴ്പ്പെട്ട, മരണത്തിന് വിധേയമായ, മരണത്തിൽ നിന്ന് ഓടാൻ ശ്രമിച്ചിട്ടും ആ മരണം കണ്ടുമുട്ടിയ, സ്വന്തം ജീവനെ രക്ഷിക്കാൻ കഴിവില്ലാത്ത CM മടവൂർ ഈ അണ്ടകടാകത്തെ നിയന്ത്രിക്കുന്നു എന്ന് കാന്തപുരം വിശ്വസിക്കുന്നു.